കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഴിപ്പള്ളി വില്ലേജ് ഓഫീസിന് മുൻപിൽ സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന GCC വൈസ് പ്രസിഡന്റ് ശ്രീ ടിറ്റോ ആന്റണി, ബ്ലോക്ക് ഭാരവാഹികളായ ശ്രീ EG വിജയൻ, ശ്രീ KK രാജൻ മുതലായ സഹപ്രവർത്തകരെ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മണ്ഡലം ഭാരവാഹികളെ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ, മറ്റു കോൺഗ്രസിൻ്റെ സമുന്നതരായ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ ഇന്ന് 140 നിയോജക മണ്ഡലത്തിലും ഉള്ള എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ ഈ അടുത്ത് അവതരിപ്പിച്ച ജനവിരുദ്ധ ബഡ്ജറ്റിലുണ്ടായ നികുതി വർധനവ് മുതലായ ജനദ്രോഹ തീരുമാനങ്ങൾക്കെതിരെ നടത്തുന്ന പ്രതിഷേധ ധർണയാണ് ഇന്ന് ഈ കുഴിപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ കുഴിപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ച രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിലും ജനദ്രോഹ നടപടികളാണ് തുടരുന്നത്. അതുപോലെ തന്നെ വർഷങ്ങളായി സാധാരണ കർഷകരുടെ ഭൂമി നികുതി ഏതാണ്ട് 100% ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടികളുമായിട്ടാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഏതാണ്ട് 20 സെന്റ് വരെയുള്ള സ്ഥലത്തിന് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് നികുതി അടച്ചിരുന്നത്. വരുന്ന ഏപ്രിൽ മാസം മുതൽ അത് ഏതാണ്ട് 150 രൂപയോളമായി വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരേക്കർ വരെ ഭൂമിയുള്ള സാധാരണ കർഷകർക്ക് പോലും ഏതാണ്ട് പഞ്ചായത്ത് തലത്തിൽ ഏതാണ്ട് 500 രൂപയും മുനിസിപ്പൽ തലത്തിൽ 925 രൂപയും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ പരിധിയിൽ 1580 രൂപയും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള 100 ഇരട്ടി നികുതി ഭാരം ചുമത്തുന്ന ഒരു ജനദ്രോഹ ബഡ്ജറ്റാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കാണാനിടയായത്. അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷ ബഡ്ജറ്റിലും ഇത്തരത്തിലുള്ള ഒരു നികുതി ഭാരം കേരളത്തിലെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലന്ന് പറഞ്ഞത് നമ്മുടെ വാർദ്ധക്യ ബാധിതരായിട്ടുള്ള നൽകുന്ന ക്ഷേമ പെൻഷന് അധിക സെസ് ബഡ്ജറ്റിലൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നതിനുള്ള ഒരു നികുതി ഭാരമാണ് അടിച്ചേൽപ്പിച്ചത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ നാളിതുവരെ ഏതാണ്ട് 5 മാസക്കാലമായി വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശികയായിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ സമസ്ത മേഖലയിൽ കേരളത്തിലെ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന LDF സർക്കാരിനെതിരെ കേരളമെമ്പാടും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണ നടക്കുകയാണ്. സർക്കാരിന്റെ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരായി സംസ്ഥാനത്തൊട്ടാകെയുള്ള വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ഇത്തരത്തിലുള്ള ധർണ സമരം നടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ധർണാ സമരം നമ്മുടെ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ
ശ്രീമാൻ ധനമന്ത്രി ബാലഗോപാലന്റെ നേതൃത്വത്തിൽ ശൂന്യതയിൽ നിന്ന് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശൂന്യത എന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ സംസ്ഥാന സർക്കാർ കടത്തിന്മേൽ കടമാണ്. നമ്മളല്ല ഇത് പറയുന്നത്, ധനമന്ത്രി തന്നെയാണ്. അങ്ങനെ കടത്തിന്മേൽ കടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്ത് ഉണ്ടായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നതിനെ കുറിച്ച് വലിയ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. അങ്ങനെ ശൂന്യതയിൽ നിന്ന് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടായിട്ടുള്ള വികസന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഈ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം ഒരു ആവർത്തന വിരസതയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം ഫണ്ടുകളെല്ലാം വെട്ടിച്ചുരുക്കി കാര്യമായ അല്ലെങ്കിൽ പുതിയ ക്ഷേമ പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സംസ്ഥാന സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. പക്ഷേ നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന അനവധി നയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ധനമന്ത്രി ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചു, നമ്മുടെ ഭൂനികുതി 50% വരെ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനിടയായി. നമ്മൾക്കറിയാം, നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ അതിന്റെ തറവില നൽകി പിന്നീട് അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും സർക്കാർ പറയുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും അടച്ചുകൊണ്ടാണ് സ്വന്തമായി നമ്മളൊരു ഭൂമി നമ്മളുടെ മേൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുന്നത്. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോഴാണ് അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു സാധാരണക്കാരൻ ഭൂമി വാങ്ങിക്കുമ്പോൾ ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം സർക്കാർ പറയുന്ന തറവില പറഞ്ഞിട്ടുള്ള അതെല്ലാം നൽകിക്കൊണ്ടാണ് നമ്മൾ സ്വന്തമായി ഈ ഭൂമി നമ്മളുടെ മേൽ രജിസ്റ്റർ ചെയ്യുന്നത്. കിഫ്ബിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതിഷേധമൊക്കെ നടത്തിയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള പൊതുബോധം നമ്മളിലുള്ളതുകൊണ്ട് നമ്മളെല്ലാം അംഗീകരിച്ചു. അന്ന് 2010